എല്ലാ സുഹൃത്തുക്കൾക്കും കേരള PSC ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ നിർമ്മാണ പ്രക്രിയകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓരോ എലമെന്റ്സിന്റെയും മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് കോൺടാക്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോൺടാക്റ്റ് പ്രോസസ്സാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സാണ് നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ. ഹണ്ടർ പ്രക്രിയ ടൈറ്റാനിയത്തിൻ്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഹണ്ടർ പ്രക്രിയ. സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഹൈഡ്രജന്റെ നിർമ്മാണ പ്രക്രിയ എന്താണ്? ബോഷ് പ്രക്രിയയാണ്. ചോദിച്ചിട്ടുണ്ട്. ബോഷ് പ്രോസസ്സാണ് ഹൈഡ്രജന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ്. ഡൗൺസ് പ്രോസസ്സോ സോഡിയത്തിൻ്റെയാണ്. അതും ചോദിച്ചിട്ടുണ്ട്. ഡൗൺസ് പ്രക്രിയ സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. സ്റ്റീല് അല്ലെങ്കിൽ ഉരുക്ക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബെസീമർ പ്രക്രിയ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബെസീമേഴ്സ് പ്രോസസ്സാണ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ്. ക്ലോറിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഡീക്കൻസ് പ്രക്രിയ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡീക്കൻസ് പ്രോസസ്സാണ് ക്ലോറിൻ്റെ. മോൺസ് പ്രക്രിയയാണ് നിക്കലിൻ്റെ. അതും ചോദിച്ചിട്ടുണ്ട്. മോൺസ് പ്രോസസ്സ് എന്തിൻ്റെയാണ്? നിക്കലിൻ്റെയാണ്. അമോണിയയുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ഹെയ്ബർ പ്രോസസ്സ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഹെയ്ബർ പ്രോസസ്സ് അമോണിയ. അപ്പോൾ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോൺടാക്റ്റ് പ്രോസസ്സ് സൾഫ്യൂരിക് ആസിഡ്, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് നൈട്രിക് ആസിഡ്, ഹണ്ടർ പ്രോസസ്സ് ടൈറ്റാനിയം, സയനൈഡ് പ്രോസസ്സ് സ്വർണം, വെള്ളി, ബോഷ് പ്രോസസ്സ് ഹൈഡ്രജൻ, ഡൗൺസ് പ്രോസസ്സ് സോഡിയം, ബെസീമർ പ്രോസസ്സ് സ്റ്റീല്, ഡീക്കൻസ് പ്രോസസ്സ് ക്ലോറിൻ, മോൺസ് പ്രോസസ്സ് നിക്കൽ, ഹെയ്ബർ പ്രോസസ്സ് അമോണിയ. ഇനി ഫ്രാഷ് പ്രക്രിയ സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഫ്രാഷ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അലുമിനിയവുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. അലുമിനിയത്തിനെ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. അലുമിനിയത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള പ്രോസസ്സാണ് ഹൂപ്സ് പ്രക്രിയ. അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ബെയേഴ്സ് പ്രക്രിയയാണ്. ഓക്കെ, ഇനി അസ്കോർബിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് റിച്ചസ്റ്റൈൻ പ്രക്രിയ. റിച്ചസ്റ്റൈൻ പ്രക്രിയ എന്തിൻ്റെയാണ്? അസ്കോർബിക് ആസിഡിന്റെ ആണ്. വെള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് പാക്സ് പ്രക്രിയ. സോൾവേ പ്രോസസ്സ് ചോദിച്ചിട്ടുള്ളതാണ്. സോഡിയം കാർബണേറ്റിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സോൾവേ പ്രോസസ്സ്. സോഡിയം കാർബണേറ്റിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയകൾ 2 ഉണ്ട്. ഡൗ പ്രോസസ്സും ഉണ്ട്, പിഡ്ജിയോൺ പ്രോസസ്സും ഉണ്ട്. അതിൽ ഡൗ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൗ പ്രക്രിയ മഗ്നീഷ്യത്തിന്റെ ആണ്. ദെൻ സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു മാനുഫാക്ചറിംഗ് പ്രോസസ്സും ഉണ്ട്, ലെഡ് ചേംബർ പ്രോസസ്സ്. കോൺടാക്റ്റ് പ്രോസസ്സ് കൂടാതെ ലെഡ് ചേംബർ പ്രോസസ്സും ഉണ്ട്. ആൽക്കഹോളിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓക്സോ പ്രക്രിയ. അതുപോലെ ഹെവി വാട്ടർ ഘനജലത്തിൻ്റെയാണ് ഗിൽഡ്ലർ സൾഫൈഡ് പ്രക്രിയ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഗിൽഡ്ലർ സൾഫൈഡ് പ്രക്രിയ എന്തിൻ്റെയാണ്? ഘനജലം, ഹെവി വാട്ടറിൻ്റെ ആണ്. അപ്പോൾ സൾഫറിൻ്റേത് ഫ്രാഷ് പ്രോസസ്സ്, അലുമിനിയത്തിനെ വ്യാവസായികമായി നിർമ്മിക്കാൻ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ്, പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ളതാണ് ഹൂപ്സ് പ്രോസസ്സ്, ബോക്സൈറ്റിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ബെയേഴ്സ് പ്രക്രിയയാണ്, അസ്കോർബിക് ആസിഡിൻ്റേത് റിച്ചസ്റ്റൈൻ പ്രക്രിയ, വെള്ളി പാക്സ് പ്രോസസ്സ്, സോഡിയം കാർബണേറ്റ് സോൾവേ, മഗ്നീഷ്യം ഡൗസ് പ്രോസസ്സും ഉണ്ട്, പിഡ്ജിയോണും ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ലെഡ് ചേംബർ, ആൽക്കഹോൾ ഓക്സോ, ഘനജലം അഥവാ ഹെവി വാട്ടറിൻ്റെ ഗിൽഡ്ലർ സൾഫൈഡ് ആണ്. ഓക്കെ, ഇത്രയുമാണ് മാനുഫാക്ചറിംഗ് പ്രോസസ്സുകളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്